പോറ്റിയ കയറ്റിയത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പ്രചരണാർത്ഥം പാടി നടന്ന UDF-കാർ ഇന്ന് അത് തിരുത്തി പാടാൻ തയ്യാറല്ല. പക്ഷെ അത് അവർക്ക് തിരിച്ചടിച്ചിരിക്കുന്നു. UDF-ന്റെ ഭരണകാലത്ത് KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പോറ്റിയെ ആദ്യമായിട്ട് ശബരിമല കയറ്റിയത്. എന്നാൽ പറയാനുള്ളത് അതല്ല. ഓരോ ഇലക്ഷൻ വരുമ്പോഴും UDF-ന്റെ നയങ്ങൾ ചിന്തിക്കണം. മതക്കാർഡുകളും വർഗീയതയും പറഞ്ഞിട്ടാണ് അവർ വോട്ട് നേടുന്നത്. LDF-നെ തകർക്കാൻ വേണ്ടി മറ്റു പ്രസ്ഥാനമായിട്ടുള്ള UDF-ന് വളരാൻ മതം പറഞ്ഞുകൊണ്ട് ഒരു കലാപം LDF-ൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഹിന്ദു വോട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി പച്ച വർഗീയത പറഞ്ഞവരാണ് UDF-കാർ. എന്നാൽ രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായിട്ട് കണ്ടുകൊണ്ട് വികസന മുരടിപ്പുകളും സംസാരിക്കുക, അതുപോലെ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിലെ UDF-ന്റെ ഭരണകാലവും ഈ പ്രാവശ്യത്തെ LDF-ന്റെ ഭരണകാലവും സംസാരിച്ചുകൊണ്ട് ഇതിൽ ആരാണ് മെച്ചപ്പെട്ടത് എന്നുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഡിബേറ്റുകൾ നടത്തുക. അല്ലാതെ കൃത്യമായിട്ട് അവർ മതം ഇറക്കും. അത് അവരുടെ അജണ്ടയാണ്. ഒരു പ്രസ്ഥാനത്തിന് തകർക്കാൻ വേണ്ടി കലാപം തീർക്കുന്ന രീതിയിൽ എത്ര വർഗീയവാദങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ വോട്ടുകൾ ശേഖരിക്കാൻ കഴിയും. ഇത് തന്നെയല്ല BJP ചെയ്യുന്നത്. അപ്പൊ BJP-യും UDF-ഉം തമ്മിൽ എന്താണ് മാറ്റം? വികസനത്തെ കുറിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു സംസ്കാരമുണ്ട്. മതത്തിനും ജാതിക്കും അപ്പുറം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു കേരളത്തിന്. എന്നാൽ ഇന്ന് UDF-ന്റെ ഈ തലതെറിച്ച് ഈ സംസ്കാരമില്ലാത്ത മതം പറഞ്ഞുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ടുള്ള ഈ രാഷ്ട്രീയത്തിനോട് ഒരിക്കലും യോജിക്കാൻ